ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരത്തിനായി വത്തിക്കാനിൽ ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. റിപ്പോർട്ടർ മാനേജിംഗ് എഡിറ്റർ ആൻഡ്രൂ അഗസ്റ്റിൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. എനിക്ക് പിന്നിൽ കാണുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ഫ്രാൻസിസ് പാപ്പയ്ക്ക് അന്ത്യയാത്ര പറയുന്നതിന് വേണ്ടി ജനലക്ഷങ്ങളാണ് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്നും വലിയ ഡെലിഗേഷനാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം തന്നെ ഇന്ത്യയിൽ നിന്ന് പാപ്പയ്ക്ക് അന്ത്യയാത്ര പറയുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, ന്യൂനപക്ഷകാര്യമന്ത്രി റിജിജു അടക്കം വലിയ ടീമാണ് ഫ്രാൻസിസ് പാപ്പയ്ക്ക് അന്ത്യയാത്ര പറയുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത്. കേരളത്തിൽ നിന്നും റോഷി അഗസ്റ്റിൻ അടക്കമുള്ള ടീമും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്ക് തന്നെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻപിൽ വിശുദ്ധ കുർബാന ആരംഭിക്കും. ആദ്യം ആർച്ച് ബിഷപ്പുമാരുടെ സംഘം എത്തും. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഡെലിഗേഷൻ ഇവിടെ ഉള്ളതുകൊണ്ടും ലോക നേതാക്കന്മാരെല്ലാം എത്തിയിട്ടും വലിയ രീതിയിലുള്ള സുരക്ഷയാണ് ഇവിടെ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇവിടുത്തെ ചടങ്ങുകൾക്ക് ശേഷം വാഹനത്തിലായിരിക്കും പാപ്പയെ കബറടക്കം ചെയ്യുന്ന മേരി മേജർ ബസിലിക്കയിലേക്ക് എത്തിക്കുക. പാപ്പ ആഗ്രഹിച്ചതുപോലെ തന്നെ വളരെ ലളിതമായ രീതിയിലായിരിക്കും എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻപിൽ നിന്നും നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം ആൻഡ്രൂ അഗസ്റ്റിൻ, റിപ്പോർട്ടർ വത്തിക്കാൻ.